ടർബോ ടർബോ മമ്മൂക്ക. ടർബോ എന്ന് പറഞ്ഞാൽ മമ്മൂക്ക എന്നാണ് അർത്ഥം. മമ്മൂക്കയുടെ പ്ലസ് ടർബോ. രാജ്ബി ഷെട്ടി, അതേപോലെ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. തമിഴ്, തെലുങ്ക്, കന്നഡയിൽ നിന്നും ഒരുപാട് ആർട്ടിസ്റ്റുകളെ മമ്മൂക്ക ഏറ്റെടുത്ത് നടത്തുന്ന നിർമ്മാണ കമ്പനിയായ മമ്മൂട്ടി കമ്പനി നമ്മുടെ മലയാളികൾക്ക് സമ്മാനിക്കുന്ന മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും വലിയ പടം ബഡ്ജറ്റ് ചിത്രം. ബിഗ് ബഡ്ജറ്റ് ചിത്രം ഒരുപാട് കോടികൾ നേടിയെടുക്കാൻ പോവുകയാണ്. 300 കോടി ക്ലബിൽ കുറഞ്ഞൊന്നും ഈ ഒരു ചിത്രത്തെ കുറിച്ച് പറയാനില്ല. കാരണം അത് അതായത് നമ്മളെങ്ങനെ പറയുമ്പോഴേ പാൻ ഇന്ത്യൻ റിലീസിംഗ് ആയിരിക്കും ഈ ഒരു ചിത്രം. ആ ഒരു കാര്യത്തിൽ നമുക്ക് ഇപ്പോ മലയാളത്തിൽ കിട്ടിയിരിക്കുന്ന സ്വീകാര്യത, അത് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറഞ്ഞ ചിത്രമാണ് നമുക്ക് അത് തുറന്നിട്ട് തന്നത്. ആ ഒരു കാര്യത്തിൽ ഡൗട്ടില്ല. മഞ്ഞുമ്മൽ ബോയ്സ് ആയാലും പ്രേമലു ആയാലും ഭ്രമയുഗം ആയാലും മമ്മൂക്കയെ ഏറ്റെടുത്ത, മമ്മൂക്കയെ അറിയാത്ത പ്രേക്ഷകരില്ല. ഇന്ത്യയിലെ മികച്ച നടന്മാരിൽ ഒരാളാണ്. നമ്മുടെ മലയാളത്തിന്റെ സ്വന്തമാണ് നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും. അദ്ദേഹം ഈ രണ്ട് നടന്മാര് ഇപ്പൊ ഈ ലാലേട്ടന്റെ സംഭവം പറഞ്ഞോണ്ട് നമുക്കിട്ടൊരു വിവരമാണ്, ഇത് ശരിയാണോന്ന് അറിയില്ല. ഈ ലാലേട്ടന്റെ ഒരു രാവണപ്രഭു എന്ന് പറഞ്ഞ പടം ഉണ്ടല്ലോ, തിയേറ്ററൊക്കെ പൂരപ്പുറമാക്കിയ പടമാണ്. അതിലെ ഒരു കിടിലൻ സോങ് ഉണ്ട്. ആ സോങ്ങും ഇതും വെച്ചിട്ട് മോഹൻലാലിന്റെ പാട്ടും മമ്മൂക്കാന്റെ ഇടിയും, അത് വൈശാഖ് പുലിമുരുകൻ ചെയ്ത വൈശാഖിന്റെ ഡയറക്ഷനും അങ്ങനെ സെറ്റപ്പ് സിനിമയിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിന് വെയിറ്റിംഗ് ആണോ? അത് വെയിറ്റിംഗ് തന്നെയാണ്. ഇവിടെ ഫാൻ ഫൈറ്റ് അല്ല. അതെ, ഫാൻ ഫൈറ്റ് ഒക്കെ ജനങ്ങളെ, സാധാരണ പ്രേക്ഷകർക്ക് എന്ത് ഫാൻ ഫൈറ്റ്? അവർക്ക് വേണ്ടത് മികച്ച സിനിമ. ഈ 2024 എന്ന് പറഞ്ഞ ഈ ഒരു വർഷം ഒരുപാട് വിസ്മയങ്ങൾ സൃഷ്ടിച്ച വർഷമാണ്. അതായത് കഴിവുള്ളവരെ ജനങ്ങള് ഇരുകൈയും നീട്ടി സ്വീകരിച്ച്, അതായത് നടൻ എന്നില്ല, നായിക എന്നില്ല, അവർക്ക് നല്ലൊരു ചിത്രം കിട്ടിയാൽ മതി. പിന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നടൻ കൂടി ആകുമ്പോൾ അത് ഇരട്ടി മധുരമാണ് അവർക്ക് സമ്മാനിക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ ഫാൻസിനും പൊളിച്ചെടുക്കാൻ പറ്റും, മമ്മൂക്ക ഫാൻസിനെ ഇരട്ടിക്കാനും പറ്റും. അതെ, ശരിക്കും പറഞ്ഞാല് ജീവിതത്തിൽ ഇവര് ജ്യേഷ്ഠാനുജന്മാരാണ്. അത്രേ ഉള്ളൂ. അത് ഫാൻ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സമയങ്ങളെ ഫഹദ് ഫാസിൽ പറഞ്ഞ ആ ഒരു കാര്യമാണ് നമുക്ക് എല്ലാവരൊക്കെ പോയി പഠിക്കട്ടെ എന്ന് പറഞ്ഞ. കാരണം ആ സിനിമയെ ഒരിക്കലും ജീവിതമായിട്ട് കണക്ട് ആക്കരുത്. അതാണ് നമുക്ക് പറയാനുള്ളത്. സിനിമ എന്ന് പറഞ്ഞ ജീവിതത്തിൽ കിട്ടുന്ന നമ്മളുടെ ടെൻഷനുകളൊക്കെ കുറക്കാൻ പറ്റിയ ഒരു വിനോദ ഉപാധിയാണ് സിനിമ. ആ സിനിമയെ നമ്മൾ സ്നേഹിക്കുക, അതിലെ കലാകാരന്മാരെ സ്നേഹിക്കുക, അവരെ ഉയർത്തിക്കൊണ്ടുവരിക. സിനിമ എന്ന് പറയുന്ന ഒരുപാട് പേരുടെ വിയർപ്പിന്റെ ഫലമാണ്. അപ്പോ അത് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന സംഭവം തിരിച്ചു കൊടുക്കാൻ സിനിമാ പ്രവർത്തകരും ബാധ്യസ്ഥരാണ്. 2024 അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ മലയാളി പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, താങ്കളുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. 2024 എന്ന് പറഞ്ഞ ഈ ഒരു വർഷം 3500 കോടി രൂപ മലയാള സിനിമ നേടിയെടുക്കും ഈ ഒരു വർഷം അവസാനിക്കുമ്പോൾ. കാരണം അതേപോലുള്ള കണക്കൂട്ടിലാണ് എൻ്റെ ഒരു ഭാഗത്തുനിന്ന് ഞാനൊരു ചെറിയ ഒരു നിരീക്ഷണം നടത്തിയെന്ന് മാത്രം. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് ചിത്രങ്ങൾ വരാനുണ്ട്. ലാലേട്ടന്റെ ആയാലും മമ്മൂക്കയുടെ ആയാലും ഒരുപാട് ചിത്രങ്ങൾ, അതേപോലെ കഴിവ് തെളിയിച്ച ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ചിത്രങ്ങൾ വരാനുണ്ട്. അവരെല്ലാവരും ഒന്നിനൊന്ന് ചിത്രം ഇതാക്കിയിട്ടുണ്ട്.